ഷെഫ് സീക്രട്ടിലേക്ക് സ്വാഗതം ഏവർക്കും. ഇന്ന് നമ്മൾ ഇവിടെ ഒരു നാടൻ വിഭവമാണ് പരിചയപ്പെടാൻ പോകുന്നത്. കാന്താരിയും കുടംപുളിയും ഇട്ട ഒരു സ്പെഷ്യൽ മീൻകറി. അതും വളർത്തു മീനിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഏതുതരം വളർത്തു മീനിലും അനുയോജ്യമായ ഈ കറിക്കൂട്ടിൽ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഗിഫ്റ്റ് തിലാപ്പിയാണ് കേട്ടോ. അതും 1.5 കിലോ. ഇതിനോടൊപ്പം വെളിച്ചെണ്ണ 75 ഗ്രാം, കടുക് ആവശ്യത്തിന്, വറ്റൽമുളക് 5 എണ്ണം, ഉലുവ 1/2 സ്പൂൺ, കറിവേപ്പില 4 ഇതൾ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 50 ഗ്രാം, തൊണ്ടൻ മുളകും പച്ചമുളകും ചതച്ചത് 75 ഗ്രാം, സവോള ചെറിയ ഉള്ളി അരിഞ്ഞത് 250 ഗ്രാം, കാന്താരി മുളക് 10 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കശ്മീരി മുളക് പൊടി 150 ഗ്രാം, തക്കാളി അരിഞ്ഞത് 2 എണ്ണം, കുടംപുളി 6 ഇതൾ. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്ന വിധം പരിചയപ്പെടാം. ആദ്യം ഒരു ചീനിച്ചട്ടിയിൽ 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം 1/2 സ്പൂൺ ഉലുവ, വറ്റൽമുളക് കീറിയത് 5 എണ്ണം, കറിവേപ്പില 2 ഇതൾ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 50 ഗ്രാം, പച്ചമുളകും തൊണ്ടൻ മുളകും ചതച്ചത് 75 ഗ്രാം, ഇത്രയും ചേർത്ത് ആദ്യം ഒന്ന് ചെറുതായി വഴറ്റണം. അതിനുശേഷം സവോള അരിഞ്ഞത് 250 ഗ്രാം, ചെറിയ ഉള്ളി അരിഞ്ഞത് 250 ഗ്രാം എന്നിവ ചേർത്ത് വീണ്ടും വഴറ്റണം. വഴന്നു വരുന്നതിനിടയിൽ തന്നെ ഒരു 10 കാന്താരി മുളകും ഉപ്പും ചേർത്ത് വീണ്ടും വഴറ്റണം. നന്നായി ബ്രൗൺ കളറായി വരുമ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി 150 ഗ്രാം എന്നിവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കണം. വഴറ്റി മസാലയുടെ പച്ചമണം മാറുമ്പോൾ തക്കാളി 2 എണ്ണം അരിഞ്ഞതുമിട്ട് തക്കാളി വാടുന്നത് വരെ ഒന്നിളക്കിയ ശേഷം അരമണിക്കൂർ വെള്ളത്തിലിട്ട 6 അല്ലി കുടംപുളിയും അതിട്ടിരുന്ന വെള്ളവും ചേർത്ത് നല്ലവണ്ണം തിളപ്പിക്കണം. തിളച്ചു വരുമ്പോൾ വൃത്തിയാക്കി വച്ചിരിക്കുന്ന 1.5 കിലോഗ്രാം ഗിഫ്റ്റ് തിലോപ്പിയ ഇട്ട് നന്നായി ഇളക്കിയ ശേഷം 10 മിനിറ്റ് വേവാൻ അനുവദിക്കണം. 10 മിനിറ്റ് കഴിയുമ്പോൾ 2 ഇതൾ കറിവേപ്പിലയും 25 ഗ്രാം എണ്ണയും കൂടി മുകളിൽ തൂവിയാൽ കാന്താരി കുടംപുളി സ്പെഷ്യൽ മീൻ കറി റെഡി. ഇത് കഴിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭക്ഷണം നമ്മുടെ കപ്പ വിഭവം തന്നെയാണ് കേട്ടോ. നല്ല കപ്പ പുഴുങ്ങിയതിനോടൊപ്പം ഇത് ചൂടോടെ കോരി വച്ചാൽ തന്നെ വായിൽ വെള്ളമൂറുമെന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇത്തരം പുതുരുചികൾക്കായി ഷെഫ് സീക്രട്ടിൽ വരുന്ന സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കല്ലേ.